شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നീ രണ്ട് വാചകങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ആമുഖമായി ഉച്ചരിക്കേണ്ട രണ്ട് വാക്യങ്ങളെ സംബന്ധിച്ചാണ് ഇതുവരെയും നമ്മൾ സംസാരിച്ചു വന്നത്. ഈ വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാചകങ്ങൾ നമുക്കറിയാവുന്നതുപോലെ കേവലമായ വാചകങ്ങളല്ല, കേവലം ഒരു മന്ത്രോച്ചാരണം പോലെ സംഭവിക്കേണ്ട കാര്യമല്ല, മറിച്ച് അവയുടെ ആശയങ്ങൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ പേരിലാണ് ഞാനൊരു കാര്യം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ, പടച്ചോനെ നിരക്കാത്തതൊന്നും അതിൽ ഞാൻ ചെയ്യുകയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഒരു കച്ചവടമാണെങ്കിൽ, വേറെ ഏതെങ്കിലും വ്യവഹാരമാണെങ്കിൽ, ജീവിതത്തിൽ എന്താണെങ്കിലും അള്ളാഹുവിന് നിരക്കാത്തതൊന്നും അതിലുണ്ടാവുകയില്ല എന്ന പ്രഖ്യാപനം കൂടിയാണത്. അങ്ങനെയൊരു ജീവിത വിശുദ്ധി അത് തന്നെയാണ് ഖുർആൻ നമ്മളിൽ ആത്യന്തികമായി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു സംസ്കൃതിയും. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി ഖുർആൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ജീവിത വിശുദ്ധി ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഖുർആൻ പാരായണത്തിലേക്കും പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന അടിമകളായി തീരാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഖുർആനിൻ്റെ പാരായണം ആരംഭിക്കുന്നു. ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹ ആണ്. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് അതിന് അർത്ഥം പറയാം. തുടക്കം, ഉദ്ഘാടനം, ആദ്യത്തേത്. നമ്മൾ ഒരു പുസ്തകം മറിച്ചു നോക്കിയാൽ ഏറ്റവും ആദ്യം കാണുന്നത് പ്രാരംഭം എന്നൊക്കെ നമ്മൾക്കതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം. ഖുർആനിലെ ഒന്നാമത്തെ അധ്യായത്തിന്, പ്രാരംഭ അധ്യായത്തിന്, അത് ഖുർആനിൽ അധ്യായക്രമത്തിൽ ഏറ്റവും ആദ്യത്തേതാണ് എന്ന് സൂചിപ്പിക്കുന്ന പേര് തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖം, ഇൻട്രൊഡക്ഷൻ, പ്രീഫേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലും അതിനെ പരിഭാഷപ്പെടുത്താം. അവിടെ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം ഖുർആനിന് മൊത്തത്തിൽ ഒരു ആമുഖമായി നിലകൊള്ളുന്ന അധ്യായം എന്ന അർത്ഥത്തിൽ അത് സൂറത്തുൽ ഫാത്തിഹ എന്നറിയപ്പെടുന്നു. സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ ഫാത്തിഹ, ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഫാത്തിഹ, ഖുർആനിൻ്റെ തുടക്കം, ഖുർആനിൻ്റെ ആമുഖം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഈ അധ്യായത്തെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. ഖുർആനിൽ മറ്റ് ഏത് അധ്യായം മനഃപ്പാഠമില്ലാത്തവർക്കും തീർച്ചയായും മനഃപ്പാഠമുള്ള ഒരു അധ്യായമായിരിക്കും സൂറത്തുൽ ഫാത്തിഹ. കാരണം സൂറത്തുൽ ഫാത്തിഹ മനഃപ്പാഠമാക്കാതെ ഒരു മുസ്ലിമിന് മതജീവിതം സാധ്യമല്ല എന്ന് തന്നെ പറയാം. ലോകത്തെ മൊത്തം മുസ്ലിം ജനസംഖ്യ നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും എല്ലാവർക്കും എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ മനഃപ്പാഠമുള്ള അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇസ്ലാമിലെ നിർബന്ധ കർമ്മമാണ് ദിവസവും 5 നേരമുള്ള നമസ്കാരം എന്ന് നമുക്കറിയാം. ഈ നമസ്കാരങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ആണ്. നമസ്കാരത്തിലെ ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ചൊല്ലാൻ, അത് പാരായണം ചെയ്യാൻ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഒരു സംഘ നമസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ പിന്നിൽ നിൽക്കുന്നവരും സ്വന്തമായി തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന രീതിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്ത നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, അത് നമസ്കാരമല്ല എന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. നമസ്കാരത്തിൻ്റെ വളരെ നിർബന്ധമായ, ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായിട്ടാണ് സൂറത്തുൽ ഫാത്തിഹ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ നിർവഹിക്കുന്ന നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഏത്
ഏത് തരത്തിലുള്ള നമസ്കാരമാണെങ്കിലും, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിൽ, ആ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്. ഗ്രഹണ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്. ഇങ്ങനെ നമസ്കാരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ രൂപങ്ങളിലെല്ലാം മാറാതെ നിൽക്കുന്ന ഒരു ഘടകം സൂറത്തുൽ ഫാത്തിഹയാണ്. വളരെ വളരെ ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. പക്ഷേ ആ സൂറത്തുൽ ഫാത്തിഹക്ക് മുസ്ലിം ജീവിതത്തിലുള്ള പ്രാധാന്യം അന്യാദൃശ്യമാണ്. നമ്മൾ ലോകത്ത് ഇന്ന് പരിശോധിച്ചാൽ ഏതാണ്ട് ലോകത്തിൻ്റെ ജനസംഖ്യയിൽ 1/4 മുസ്ലിങ്ങളാണ് എന്ന് പറയാം. ഏതാണ്ട് 200 കോടിയോട് അടുത്ത് വരുന്ന മുസ്ലിം ജനസംഖ്യ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ നാവുകളിലൂടെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ നിർബന്ധ നമസ്കാരം മാത്രം നമ്മൾ എടുത്താൽ, ആ നിർബന്ധ നമസ്കാരങ്ങളിലെ റക്അത്തുകൾ നമ്മൾ എടുത്താൽ 17 തവണ സൂറത്തുൽ ഫാത്തിഹ ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ലോകത്ത് എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക, എത്ര മുസ്ലിങ്ങൾ കഴിഞ്ഞുപോയി എന്ന് നമ്മൾ പരിശോധിക്കുക, ഇനി എത്ര മുസ്ലിങ്ങൾ വരാനിരിക്കുന്നു എന്ന് പരിശോധിക്കുക. അവരെല്ലാവരും ദിവസേന ഇതേപോലെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത കാലങ്ങളിൽ, ലോക ചരിത്രത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇതേപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു പ്രാർത്ഥനാ സംഗ്രഹം ലോകത്ത് ഇത്രയധികം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആവർത്തിക്കപ്പെടാൻ പോകുന്ന മറ്റേതെങ്കിലും ഇതേപോലെയുള്ള വചനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഇല്ല എന്ന് തന്നെ തീർത്ത് പറയാവുന്ന തരത്തിലുള്ള ഒരു അധ്യായമാണ് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗം, ഖുർആനിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന പ്രയോഗം ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ. സബഉം മിനൽ മസാനി, നിനക്ക് നാം നൽകിയിരിക്കുന്നു. മഹത്തായ ഖുർആനും ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങളും നിനക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ സബഅം മിനൽ മസാനി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാണാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഖുർആൻ നൽകിയിരിക്കുന്നു, മഹത്തായ ഖുർആൻ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്തു പറഞ്ഞതുപോലെ അതിൽ പ്രത്യേകമായി ആ ഖുർആനിന്റെ തന്നെ ഭാഗമാണെങ്കിലും അതിന് മകുടം ചാർത്തുന്ന തരത്തിൽ, അതിൻ്റെ ഒരു കിരീടം പോലെ, അതിന് രത്നശോഭ പകരുന്ന, അതിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അധ്യായമായി അതിൻ്റെ കൂടെ നിനക്ക് 7 ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ കൂടി നാം നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സബഉം മിനൽ മസാനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസ്സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ 7 വചനങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. നമ്മൾ തഫ്സീറുകൾ പരിശോധിച്ചാൽ ചില വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ ചില വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങളിൽ ഖുർആനിൽ ഈ സബ്അം മിനൽ മസാനി എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഖുർആനിന്റെ ആദ്യത്തിലുള്ള 7 നീണ്ട അധ്യായങ്ങളെ കുറിച്ചാണ് എന്ന ഒരു അഭിപ്രായം കൂടി നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പൊതുവിൽ പറഞ്ഞു പോയിരിക്കുന്നത് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹ ആണ് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ വചനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നു. അവിടെ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിലെ മറ്റ് അധ്യായങ്ങളിലൊക്കെ അധ്യായത്തിന് പുറത്ത് നിൽക്കുന്ന, അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ഒരു വാചകമാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ തന്നെ ഒരു വചനമാണ്, ഫാത്തിഹയിലെ 1ാമത്തെ ആയത്താണ് എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ
മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ വചനം എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അതെന്ത് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രായോഗികമായി അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ നമസ്കാരത്തിലാണെങ്കിൽ പോലും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം ആരംഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുള്ള സമയത്ത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഏറ്റവും മഹത്തായ അധ്യായം ഈ പള്ളിയിൽ നിന്ന് നീ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹം അത് കേൾക്കാനുള്ള ആർത്തിയോടുകൂടി അക്ഷമനായി പള്ളിയിൽ കാത്തിരുന്നു. അഅ്ലമു സൂറ, ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായം പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ നിന്ന് പോകാൻ സമയത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എനിക്ക് നൽകിയ വാഗ്ദാനം അങ്ങ് മറന്നുപോയോ? ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അധ്യായം അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അധ്യായമാണ്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതല്ലെങ്കിൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ്. നമ്മൾ ഹദീസുകൾ പരിശോധിച്ചാൽ അധ്യായങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് സൂറത്തുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിലെ ആദ്യത്തെ വചനം പറഞ്ഞുകൊണ്ട് സൂറത്തുകൾ സൂചിപ്പിക്കുന്ന രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അസ്സബുൽ മസാനിയാണ്, അത് ഉമ്മുൽ കിതാബാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ഈ ഹദീസിൽ മാത്രമല്ല, ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ഉമ്മുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഫാത്തിഹത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് പോലെ ഉമ്മുൽ കിതാബ് എന്ന പ്രയോഗവും സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. അത് ഹദീസുകളിലൊക്കെ പ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഉമ്മാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അടിസ്ഥാനമാണ്, ഖുർആനിന്റെ അടിത്തറയാണ് എന്നതിന് നമ്മൾക്ക് അർത്ഥം പറയാം. അല്ലെങ്കിൽ ഖുർആനിന്റെ മർമ്മമാണ്, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ ഖുർആനിന്റെ കാതലാണ്, ഖുർആനിന്റെ സംഗ്രഹമാണ്, ഖുർആൻ കടഞ്ഞെടുത്തതാണ്, ഖുർആനിലെ ആശയങ്ങളുടെ മുഴുവൻ ചുരുക്കമാണ് എന്നൊക്കെ ഉമ്മുൽ കിതാബ് എന്ന പ്രയോഗത്തിന്, ഉമ്മുൽ ഖുർആൻ എന്ന പ്രയോഗത്തിന് നമുക്ക് അർത്ഥം പറയാം. അല്ലാഹു നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്ന പരിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ വേദഗ്രന്ഥത്തിലെ ആശയങ്ങളുടെ ഹ്രസ്വമായൊരു രത്ന ചുരുക്കം, ഗാഠമായ അതിബൃഹത്തായ ആശയങ്ങളുള്ള, എന്നാൽ വാചകങ്ങൾ കൊണ്ട് വളരെ ചുരുങ്ങി നിൽക്കുന്ന, നമ്മൾ മുഴുവനും മനഃപ്പാഠമാക്കേണ്ട, ഖുർആനിൽ മറ്റൊന്നും മനഃപ്പാഠമില്ലെങ്കിലും നിർബന്ധമായും ഓരോ മുസ്ലിമും ജീവിതത്തിൽ പലതവണ ആവർത്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ചുരുക്കം. ആ അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഗൗരവം മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും ചിന്തിക്കുവാനുമെല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.